നമസ്കാരം. എല്ലാവർക്കും പുരാണ കഥാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുന്നത് മുചുകുന്ദൻ എന്ന രാജാവിൻ്റെ കഥയാണ്. മുചുകുന്ദൻ ഇക്ഷ്വാകു വംശത്തിലെ രാജാവാണ്. സുബ്രഹ്മണ്യൻ്റെ ജന്മത്തിന് മുൻപ് ദേവന്മാരെ സംരക്ഷിച്ചു പോകുന്നത് മുചുകുന്ദനായിരുന്നു. പിന്നീട് സുബ്രഹ്മണ്യൻ ദേവസൈന്യാധിപനായപ്പോൾ മുചുകുന്ദന് ജോലിയൊന്നുമില്ലാതെയായി. ദേവന്മാർ അവനോട് എന്തു വരമാണ് വേണ്ടതെന്ന് ആരാഞ്ഞു. മുചുകുന്ദന് ആരുടെയും ശല്യം കൂടാതെ ഉറങ്ങണമെന്നായിരുന്നു ആഗ്രഹം. ദേവന്മാർ ആ വരം നൽകി. മുചുകുന്ദൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുന്നവരാരായാലും അവൻ ചാരമായി പോകുമെന്നും ദേവന്മാർ അനുഗ്രഹിച്ചു. അങ്ങനെ മുചുകുന്ദൻ വനത്തിലെ ഒരു ഗുഹയിൽ യുഗങ്ങൾ നീണ്ട ഉറക്കം ആരംഭിച്ചു. ഉറക്കം വരം വാങ്ങാനുള്ള കാരണം എന്തായിരുന്നെന്നോ? ദേവന്മാർ മുചുകുന്ദന് വരം നൽകാൻ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് ആത്മസാക്ഷാത്കാരത്തിനായിരുന്നു. ദേവതകൾ പറഞ്ഞു, അത് ഞങ്ങൾക്കാവില്ല. ഞങ്ങൾക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ ദേവലോകത്തുണ്ടാകുകയില്ലായിരുന്നല്ലോ. അതിന് ഭഗവാൻ തന്നെ ഒരു സദ്ഗുരുവായി വന്ന് നിങ്ങൾക്ക് ഉപദേശിക്കണം. അതല്ലാതെ എന്തു വരമാണ് നിങ്ങൾക്ക് വേണ്ടത്? മുചുകുന്ദൻ പറഞ്ഞു, ഞാൻ ഇത്രയൊക്കെ സാധന ചെയ്തിരിക്കുന്നു. ജപം ചെയ്തു, പ്രാണായാമം ചെയ്തു, ശാസ്ത്രധ്യാനം ചെയ്തു. ഇതുകൊണ്ടൊന്നും പൂർണ്ണമായ അനുഭൂതി ഉണ്ടാവുന്നില്ല. പൂർണ്ണമായ അനുഭൂതി എന്ന് വെച്ചാൽ എന്താണ്? അഹങ്കാരം ശമിക്കുന്നില്ല. എന്ത് ചെയ്താലും അതിലെല്ലാം അഹങ്കാരം ഒളിഞ്ഞു നിൽക്കുന്നു. ജപം ചെയ്യുമ്പോൾ എന്നെപ്പോലെ ജപിക്കുന്ന ആളില്ല എന്ന് തോന്നും. പ്രാണായാമം ചെയ്യുമ്പോൾ ഞാൻ വലിയ യോഗിയാണെന്ന് തോന്നും. എല്ലാത്തിലും അഹങ്കാരം ഉള്ളിൽ കടന്നിരിക്കുന്നത് കൊണ്ട് എനിക്ക് പൂർണ്ണതയുണ്ടാവുന്നില്ല. ചക്രവർത്തിയായിരുന്ന് സകല സുഖങ്ങളും കണ്ടു കഴിഞ്ഞു. അതിലൊന്നും കഴമ്പില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി എത്രയധികം ശ്രമിച്ചിട്ട് നിൽക്കുകയാണ് ഞാൻ. ഇപ്പോൾ ദേവന്മാരും കൈമലർത്തുന്നു, ഞങ്ങൾക്ക് വയ്യ. എന്നാൽ പിന്നെ എവിടെങ്കിലും കിടന്നുറങ്ങിക്കൊള്ളാം. ഉറക്കത്തിന് അഹങ്കാരമൊന്നുമില്ലല്ലോ. എവിടെങ്കിലും കിടന്നുറങ്ങിക്കൊള്ളാം. ഭഗവാൻ കൃപ ചെയ്യുമ്പോൾ ചെയ്യട്ടെ. അങ്ങനെ ആ ആഗ്രഹം ദേവന്മാർ മുചുകുന്ദന് വരമായി നൽകി. അങ്ങനെയിരിക്കെ ദ്വാപരയുഗത്തിൽ ജരാസന്ധൻ വീണ്ടും വീണ്ടും പടയൊരുക്കി വലിയ സൈന്യവുമായി 17 തവണ മധുരയെ ആക്രമിച്ചു. എല്ലാ തവണയും രാമകൃഷ്ണന്മാർ സൈന്യത്തെ കൊന്നൊടുക്കിയെങ്കിലും ജരാസന്ധനെ വെറുതെ വിട്ടു. അതായിരുന്നു കൃഷ്ണന്റെ തീരുമാനം. ജരാസന്ധൻ 18ാമത്തെ ആക്രമണത്തിന് ഒരുങ്ങുന്ന സമയം യവനകുലത്തെ സൈന്യാധിപനായ കാലയവനൻ യാദവരെ പറ്റി കേട്ടിരുന്നു. തങ്ങൾക്ക് തുല്യം നിൽക്കാൻ യാദവരേ ഉള്ളൂ എന്ന് മുനിയിൽ നിന്ന് അയാൾ അറിഞ്ഞിരുന്നു. ഇതറിഞ്ഞ കൃഷ്ണൻ മധുരാപുര നിവാസികളെ മുഴുവൻ അപ്രതിരോധ്യമായ ഒരു കോട്ടയുണ്ടാക്കി അതിനുള്ളിൽ സംരക്ഷിച്ചു. ദേവശില്പിയാണ് ഒറ്റ രാത്രി കൊണ്ട് ആ കോട്ട നിർമ്മിച്ചത്. കൃഷ്ണൻ ആ കോട്ടയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ കാലയവനൻ കൃഷ്ണനെ ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിച്ചു. കൃഷ്ണൻ നിരായുധനായതിനാൽ യവനനും ആയുധങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു. എന്നിട്ട് കൃഷ്ണനെ പിടിക്കാൻ ചെന്നു. കൃഷ്ണൻ ഓടാനും തുടങ്ങി. എപ്പോഴും യവനന് പിടികൊടുക്കും മട്ടിൽ ഓടി ഓടി കൃഷ്ണൻ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചു. കാലയവനും പിറകെ പരിഹാസം ചൊരിഞ്ഞുകൊണ്ട് നിന്ദിച്ചു. ശത്രുവിൽ നിന്ന് നീ ഓടി മറയുന്നത് എന്തിനാണ്? ഗുഹയിൽ ആരോ കിടന്നുറങ്ങുന്ന കണ്ട കാലയവനൻ അത് കൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിച്ചു അയാളെ തൊഴിച്ചു. ഉറങ്ങിക്കിടന്ന മുചുകുന്ദൻ ഉണർന്നു ഒരൊറ്റ നോട്ടം കൊണ്ട് യവനനെ ഭസ്മമാക്കി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ മുചുകുന്ദന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനെ മുന്നിൽ കണ്ട് മുചുകുന്ദന് സന്തോഷമായി. ഭഗവാൻ ദിവ്യതയുടെ അവതാരം തന്നെയാണെന്ന് മുചുകുന്ദന് മനസ്സിലായി. അദ്ദേഹം ഭഗവാനോട് ചോദിച്ചു, സൂര്യചന്ദ്രന്മാരുടെയും അഗ്നിയുടെയും പ്രഭയെ വെല്ലുന്നത്ര പ്രഭയുള്ള അങ്ങ് വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ മഹനീയ കൃത്യങ്ങൾ എന്തൊക്കെയാണ്? അതെന്നോടൊന്ന് പറഞ്ഞു തരാമോ? അതിനുശേഷം മുചുകുന്ദൻ തൻ്റെ കഥ കൃഷ്ണനോട് പറയുന്നു. ഭഗവാൻ പറഞ്ഞു, എൻ്റെ അവതാരങ്ങളും ചെയ്തികളും എണ്ണിയാൽ ഒടുങ്ങുകയില്ല. ഒരാൾക്ക് ലോകത്തിലെ മുഴുവൻ മൺപൊടികളുടെയും എണ്ണമെടുക്കാൻ കഴിഞ്ഞിരിക്കും. എന്നാൽ എൻ്റെ അവതാരങ്ങൾ എണ്ണുക അസാധ്യം തന്നെയാണ്. എൻ്റെ ഇപ്പോഴത്തെ അവതാരം ബ്രഹ്മാവിനെ പൂജ ചെയ്ത് ഞാൻ വസുദേവപുത്രനായി ജനിച്ച് കംസനടക്കം പല ദുഷ്ടന്മാരെയും വധിച്ചു. കാലയവനെയും നിന്റെ കണ്ണിലെ തീവ്രതയിലൂടെ വധിച്ചത് ഞാൻ തന്നെയാണ്.
നീ പണ്ട് കാലത്ത് ഭക്തി പുരസ്സരം എന്നെ തേടിയിരുന്നു. അതിനാലാണ് ഞാനിപ്പോൾ നിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. എന്തു വരമാണ് നിനക്ക് വേണ്ടത്? അപ്പോൾ മുചുകുന്ദൻ പറഞ്ഞു, ഭഗവാനെ, അവിടുത്തെ തന്നെ മായാശക്തിക്ക് അടിമപ്പെട്ട് ആളുകൾ അങ്ങയെ പൂജിക്കുന്നതിന് പകരം ഗൃഹത്തോടും മറ്റും മമതാസക്തരായി നിലകൊള്ളുന്നു. തുലോം ദുർലഭമായ മനുഷ്യജന്മം കിട്ടിയതിനു ശേഷവും ദുഷ്ടവിചാരമുള്ളവർ അങ്ങയെ പൂജിക്കുന്നതിന് പകരം ആഴമേറിയ കയത്തിൽ വീണുപോകുന്നു. എൻ്റെ കാര്യം തന്നെ നോക്കിയാലും ഞാൻ ധിക്കാരിയായ ഒരു ഭരണാധികാരിയായിരുന്നു. ഈ ശരീരത്തെ ആത്മാവെന്ന് കരുതി സമ്പത്തിലും ലൗകിക ബന്ധങ്ങളിലും മുഴുകിയാണ് ഞാൻ കഴിഞ്ഞത്. രാജാവേ, വാഴ്ത്തപ്പെട്ട ഈ ശരീരം തന്നെ, പടകളും മൃഗങ്ങളും അകമ്പടി സേവിച്ച ഈ ദേഹം കാലക്രമത്തിൽ അമേദ്യമെന്നും ചാരമെന്നും കൃമിയെന്നും അറിയപ്പെടുന്നു. ഭഗവാനെ, ലോക ചക്രവർത്തിമാർ പോലും കാമത്തിനടിമപ്പെട്ട് ഇന്ദ്രിയ സുഖങ്ങൾക്ക് അടിമയായിത്തീരുന്നു. ഒരുവൻ്റെ ജനന മരണ ചക്രത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് ഒരു പുരാണ പുരുഷനെ കാണുന്നത്. ആ കൂടിക്കാഴ്ചയാകട്ടെ അവിടുത്തെയോടുള്ള ഭക്തിയെ ഉദ്ദീപിപ്പിക്കുന്നു. അവിടുന്ന് എന്നോട് വരം എന്താണ് വേണ്ടതെന്ന് ചോദിച്ചുവല്ലോ. എന്നാൽ എനിക്കുള്ള വരം ലഭിച്ചു കഴിഞ്ഞു. അവിടുന്ന് എന്നെ സ്വതന്ത്രത എന്ന മിഥ്യാഭിമാനത്തിൽ നിന്ന് രക്ഷിച്ചുവല്ലോ. അങ്ങയുടെ പാദങ്ങളിൽ നിരന്തരം പൂജ ചെയ്യുക എന്ന വരം മാത്രമാണ് എനിക്ക് വേണ്ടുന്നത്. ത്രിഗുണാനുസാരിയായ ഈ ലോകത്തിലെ എല്ലാ അനുഗ്രഹങ്ങളെയും ഞാൻ തിരസ്കരിക്കുന്നു. അവിടുത്തെ പാദങ്ങളിൽ അഭയം തേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർമ്മപാശത്താലും ആ ദിവ്യമായ സ്വഭാവത്താലും പീഡിപ്പിക്കപ്പെട്ട എനിക്ക് അവിടുത്തെ കൃപയാൽ ദർശനഭാഗ്യം ലഭിച്ചു. എന്നെ രക്ഷിച്ചാലും പ്രഭോ. അപ്പോൾ ഭഗവാൻ അരുൾ ചെയ്തു, ഭക്തിയുടെ ശരിയായ സ്വഭാവം വെളിപ്പെടുത്താനാണ് ഞാൻ നിന്നോട് വരമെന്തു വേണമെന്ന് ആരാഞ്ഞത്. വ്രതാനുഷ്ഠാനങ്ങളുടെ സഹായത്താൽ പാപകർമ്മങ്ങളെ കഴുകിക്കളയും. രാജാവായിരിക്കുമ്പോൾ നായാട്ട് ചെയ്യേണ്ടി വന്നെങ്കിലും ആ പാപങ്ങൾ തപസ്സുകൊണ്ട് ഇല്ലായ്മ ചെയ്യാം. നിന്റെ അടുത്ത ജന്മം നീ ഒരു ദിവ്യ ബ്രാഹ്മണനായിട്ടായിരിക്കും ജനിക്കുന്നത്. അങ്ങനെ സംശയം വിനാ എന്നിൽ നീ വന്നു ചേരുന്നതാണ്. ഭഗവാൻ അങ്ങനെ മുചുകുന്ദനെ അനുഗ്രഹിച്ചു.